തുഴയാൻ പോകണോ? നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കയറോ നെല്ലോ എന്തോന്നോ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുകയാണെ കാണാം. നമ്മൾ നേരത്തെ ചാക്കിലാക്കി പോണ കണ്ടില്ലേ? ഈ ഐറ്റംസ് ആണ് അവർ ചാക്കിലാക്കി. നമ്മളിപ്പോ ഉള്ളത് ആലപ്പുഴയിലാണ്. ആലപ്പുഴയിലെ ഹൗസ് ബോട്ടിൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ആലപ്പുഴ ഉണ്ടായിരുന്നു. ഇതെന്റെ സെക്കൻഡ് ഹൗസ് ബോട്ട് ട്രിപ്പാണ്. അത് ഞാൻ എന്റെ ഫാമിലി, ഗോകുലിന്റെ ഫാമിലി എല്ലാവരും ആയിട്ട് ഉണ്ടായിരുന്നെ. പക്ഷെ ഇതിപ്പം ഗോകുലിന്റെ ഫാമിലി ആയിട്ട് ഞങ്ങളൊരു 7 ആൾക്കാർ മാത്രം ഒരു ഹൗസ് ബോട്ടിലാണ്. സോ അതൊരു എക്സ്പീരിയൻസ് വേറെ. നമ്മൾ പ്രൈവറ്റ് ആയിട്ട് 1 ഡേ ഫുൾ രാവിലെ നമ്മൾ ഇറങ്ങിയതാണ്. ഒരു ഈവനിങ് വരെ ഈ കായലിന്റെ നടുക്കൂടെ ഹൗസ് ബോട്ടിൽ പോയിട്ട്. സോ ആലപ്പുഴക്കാര് എല്ലാവരും ഹൗസ് ബോട്ടിൽ പോയിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. ബിക്കോസ് ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഓഫ് സീസണിൽ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർ കുറച്ചൊക്കെ റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്തുതരും. ഞങ്ങളിത് ഓഫ് സീസണിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഹൗസ് ബോട്ട് ഞങ്ങൾ 7 പേരിലേക്ക് ഇന്നും കംപ്ലീറ്റ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകണം. ഞങ്ങൾ അങ്ങനെ ഹൗസ് ബോട്ട് കയറി. ഞാൻ ഹൗസ് ബോട്ട് ടൂർ എടുത്ത് തരാം. ഞങ്ങളൊന്ന് ഇരുന്ന് സെറ്റിൽ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ബാൽക്കണി വ്യൂ. ടോപ്പിൽ ബാൽക്കണി വ്യൂ. ഇതാണ് നമ്മുടെ ബാത്റൂം ഓൾസോ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം. നേരത്തെ കണ്ട അതേ ബൾബ് ഇവിടെയും വെക്കുന്നു. അത് മുറിയിലും ഉണ്ട്. ഇങ്ങനെ അഡ്വഞ്ചറുകാർക്ക് പറ്റുന്നൊരു ബെഡ്റൂം. ഇവിടെ പുറത്തേക്ക് കാണാൻ മിററുണ്ട്. നോക്കിയാൽ നമുക്ക് എന്തോ മിററല്ല. ഇത് മിററല്ല, നമ്മൾ മെലിഞ്ഞതുപോലെ തോന്നുന്ന മിററാണ്. നമുക്ക് ഫിഷ് ബോൾ എഫക്റ്റ് ആണല്ലോ. ഇത് മിററല്ല, നോക്കിയത് നമ്മൾ മെലിഞ്ഞതുപോലെ. ഹൗസ് ബോട്ട് എന്ന് പറയുന്ന സമയത്ത് ഓർമ്മ വന്നത് ഭയങ്കര ലക്ഷറിയസ് ടൈപ്പ് ആയിട്ടുള്ള ഹൗസ് ബോട്ട്സ് ആണ് അല്ലെ. ഇതൊന്നും ആയിരുന്നില്ല ശരിക്കുള്ള ഹൗസ് ബോട്ട് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പണ്ടത്തെ കാലത്ത് ഹൗസ് ബോട്ട് ആക്ച്വലി കെട്ടുവള്ളങ്ങളായിരുന്നു. അതൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ആ കെട്ടുവള്ളങ്ങൾ എന്ന് പറയുന്നത് മെയിൻലി ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് മേക്ക് ചെയ്തിരിക്കുന്നത് നമ്മളെ കയറൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട്, അതായത് കെട്ട് എന്ന് പറയുന്നത് കയർ വെച്ചിട്ട് കെട്ടുന്നതിനും നോട്ട് ചെയ്യുന്നതിനും, വള്ളം എന്ന് പറയുന്നത് ബോട്ടും ആയിരുന്നു അന്നത്തെ കൺസെപ്റ്റ്. സ്വന്തമായിട്ട് കൈകൊണ്ട് നെയ്ത കയറൊക്കെ ബേസ് ചെയ്തിട്ട് കെട്ടിയിട്ടും പിന്നെ തടി കൊണ്ടുള്ള അതിന്റെ മുകളിൽ കവറൊക്കെ ചെയ്തിട്ടാണ് ഈ കെട്ടുവള്ളങ്ങൾ യൂസ് ചെയ്തത്. അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഐറ്റംസ് മേ ബി കോക്കനട്ട് ആയിരിക്കാം, റൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ കയറ്, സ്പൈസസ്. ഇതൊക്കെ കുട്ടനാട്ടിലാണ് ആക്ച്വലി ഈ ഒരു കെട്ടുവള്ളങ്ങൾ കൂടുതൽ ഉണ്ടായിരുന്നത്. കാരണം അവിടെയാണ് ഈ ട്രാൻസ്പോർട്ടേഷന്റെ ബുദ്ധിമുട്ട് നേരിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങൾ നനയാതിരിക്കാനോ വെയിൽ കൊള്ളാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടാകും. അതിന് വേണ്ടിയിട്ടാണ് ഈ കയറിട്ടിട്ട് ഒരു ടോപ്പിൽ കെട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ കെട്ടുവള്ളം കൺസെപ്റ്റ് പിന്നെ അവിടെ റോഡ് ഗതാഗതം നല്ല രീതിക്ക് ഡെവലപ്പ് ആയ സമയത്ത്, അതൊരു 20th സെഞ്ചുറിക്ക് ആയ സമയത്ത്, റോഡ് ഡെവലപ്പ് ആയ സമയത്ത് റോഡായി, പിന്നെ ട്രക്കുകളായി, അങ്ങനെയൊക്കെ ഡെവലപ്പ് ആയ സമയത്ത് കെട്ടുവള്ളത്തിന്റെ യൂസേജ് വല്ലാണ്ട് കുറഞ്ഞു. അങ്ങനെ കുറഞ്ഞ സമയത്ത് പീപ്പിൾ എല്ലാവരും ഒരു മോഡേൺ ട്രാൻസ്പോർട്ടേഷനിലേക്ക് ഷിഫ്റ്റ് ആയി. ഒബ്വിയസ്ലി അത് ടൈം കൺസ്യൂമിങ് അല്ല, ഈസിയാണ്. സോ അതുകൊണ്ട് തന്നെ മോഡേൺ ട്രാൻസ്പോർട്ടേഷൻ എല്ലാവരും ഏറ്റെടുത്ത് തുടങ്ങി. പിന്നെ ഈ കെട്ടുവള്ളങ്ങൾ യൂസ് ചെയ്യാതായി. അങ്ങനെ നിന്ന സമയത്താണ് പിന്നെ ഒരു സ്മാർട്ട് ഐഡിയ ആയിട്ട് നമ്മളെ ഹൗസ് ബോട്ട് ഈ കെട്ടുവള്ളത്തിനെ കുറച്ചും കൂടി മോഡേൺ വൽക്കരിച്ച് ടൂറിസം ഡെവലപ്പ് ആയ സമയത്ത് അവർക്ക് ഒരു ഫ്ലോട്ടിംഗ് ഹോം ആയിട്ട് യൂസ് ചെയ്യാം എന്ന് തുടങ്ങിയിട്ടാണ് ഇതുപോലത്തുള്ള ഈ ഹൗസ് ബോട്ട് എന്ന കൺസെപ്റ്റിലേക്ക് എത്തിയത്. ഇവിടെ നമ്മൾ ഹൗസ് ബോട്ട് പോണ സമയത്ത് ഒരുപാട് ഹൗസ് ബോട്ടുകൾ സൈഡിൽ ഒരു വർക്കില്ലാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർക്കൊക്കെ എപ്പോഴും ഓട്ടം ഉണ്ടാവുന്ന ആൾക്കാരാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ഓഫ് സീസൺ ആയതുകൊണ്ടാണ് ഇതെല്ലാം ഹൗസ് ബോട്ടും അവിടെ ഇങ്ങനെ കിടക്കുന്നത്.
പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ചേട്ടനൊക്കെ ഇങ്ങനെ കോടയൊക്കെ ചൂടി അവരുടേതായ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി പോകണം. അവരൊരു വർക്ക് പർപ്പസ് അല്ല, അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണം, അല്ലെങ്കിൽ മീൻ പിടിക്കണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എനിക്ക് അങ്ങനെ പോകുന്നുണ്ടാവാം. പിന്നെ കുറെ സ്പീഡ് ബോട്ടുകൾ നമുക്ക് കാണാൻ പോണ സമയത്ത്. പിന്നെ ഇത് സായി എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താ, SAI, സ്പോർട്സ് അതോറിറ്റി ഓഫ് കേരള, അതിന്റെ ഒരു മെയിൻ ഓഫീസ് ഞാൻ ഇവിടെ കണ്ടു. അപ്പൊ അവിടേക്ക് വരണമെങ്കിൽ നമുക്ക് ഈ ബോട്ട് അതോറിറ്റി ഓഫ് കേരള, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യ, ഞാൻ ഇന്ത്യ എന്നാ പറഞ്ഞത്. ഇന്ത്യ എന്നാ പറഞ്ഞത്. ഇന്ത്യ എന്നല്ലേ പറഞ്ഞത്, അല്ലെങ്കിൽ കേരളം എന്നാ പറഞ്ഞതെങ്കിൽ ഇന്ത്യ ആണ് കേട്ടോ. SAI. അപ്പൊ അവിടേക്ക് വരണമെങ്കിൽ നമുക്ക് ബോട്ടിലേ വരാൻ പറ്റുള്ളൂ. നീന്തൽ പരിശീലനമൊക്കെ നടത്തുന്ന സ്ഥലം മറ്റേതല്ല, കംപ്ലീറ്റ് വാട്ടർ ആക്ടിവിറ്റി, കയാക്കിങ്, സ്പീഡ് ബോട്ട് അല്ല, ഇത് ഇത് സായിയുടെ ആൾക്കാരായിരിക്കും അല്ലേ? അതെ അതെ, അവരതിന്റെ യൂണിഫോം ഇട്ടിട്ടുണ്ട്. ഇവിടേക്ക് വരണമെങ്കിൽ ഈ സായി ഗ്രൂപ്പിലേക്കൊക്കെ, സായി ഗ്രൂപ്പ് അല്ല, സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ, ഇത് വെള്ളത്താൽ ചുറ്റപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ. അപ്പൊ ഇവിടെ മഴ പെയ്ത് വെള്ളം കയറുന്ന സമയത്തൊക്കെ വെള്ളം കയറൂല ഇവിടെ, അല്ലേ? കേറത്തില്ലേ? ഇവിടെ നീന്തൽ പരിശോധന, നീന്തൽ പരിശീലനത്തിനൊക്കെയാണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാവാറ്. പക്ഷെ എങ്ങനെയാണെങ്കിലും സ്പോർട്സിന് കൊടുക്കണ്ടല്ലോ, സ്വിമ്മിങ് അല്ലേ കൊടുക്കണ്ടേ? പിന്നെ നമ്മൾ ഹൗസ് ബോട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരുപാട് സ്പീഡ് ബോട്ടുകൾ നമ്മൾ അപ്രോച്ച് ചെയ്യും കേട്ടോ. നമുക്ക് സ്പീഡ് ബോട്ടിൽ പോകണോ, ഇത്ര റേറ്റ് ആണ്, പെർ ഹെഡിനാണ് അവിടെ റേറ്റ് വരുന്നത്. ഞാനൊരു തവണ കാര്യം ഒരു 3 വർഷം മുന്നേ ഞാൻ ഫാമിലി ആയിട്ട് പോയെന്ന് പറഞ്ഞല്ലേ, എൻ്റെ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ സ്പീഡ് ബോട്ട് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആണ്, വൺസ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പൊ ഞാൻ ഒരു തവണ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് തന്നെ ഇത്തവണ എനിക്ക് ഇതിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഞാൻ പോയിട്ടുണ്ടെങ്കിൽ പിള്ളേർ എന്തായാലും വരണം എന്ന് പറയും. പിന്നെ അവർക്ക് ഒരു റിസ്ക് ഫാക്ടർ ആയിരിക്കും മേ ബി, അതുകൊണ്ട് ഞങ്ങൾ ആരും ഇത്തവണ സ്പീഡ് ബോട്ട് ആരും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തില്ല. പക്ഷെ ഇവർ അപ്രോച്ച് ചെയ്യും കേട്ടോ. നിങ്ങളായിട്ട് ഹൗസ് ബോട്ട് പോകുമ്പോൾ സ്പീഡ് ബോട്ടിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അവരായി നമ്മുടെ അടുത്തേക്ക് വന്നോളും, നമ്മൾ അവരെ തെരഞ്ഞു പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. കുറച്ച് നേരത്തെ ബ്രേക്കിന് ശേഷം ഞങ്ങളുടെ ചിക്കന്റെ കാല, ഇത് കായലിൽ കുറെ വേസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേർക്ക് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്ക് പ്ലാസ്റ്റിക്, പിന്നെ കിൻഡർ ജോയ്, അങ്ങനെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ കാണുന്നത്. മീൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണുന്നില്ല, പക്ഷെ വേസ്റ്റ് കാണുന്നുണ്ട് ചില സ്ഥലങ്ങളിൽ കേട്ടോ. നമുക്ക് ഇലയുടെയൊക്കെ വേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ പ്ലാസ്റ്റിക് വേസ്റ്റ് കാണുന്നുണ്ട്. അച്ഛനും അമ്മയും ഈ കുട്ടനാട് കണ്ട് അല്ലെങ്കിൽ കായലുകൾ കണ്ട് അവർക്കൊരു വലിയ എക്സ്പീരിയൻസ് അല്ല. കാരണം അവർ കളിച്ച് വളർന്നതേ ഇവിടെ തന്നെയാണ്. ഇതിൻ്റെ ഒരു ഹിസ്റ്ററി കംപ്ലീറ്റ് അവർക്ക് അറിയാം. എങ്ങനെയാണ് ഈ വള്ളത്തേൽ പോകുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പണ്ടത്തെ ലൈഫിൽ, ചൈൽഡ്ഹുഡ് ലൈഫെല്ലാം അവർക്ക് ചിലപ്പോൾ ഓർമ്മ വരും. എത്രത്തോളം സ്ട്രഗിളിങ് ആയിരുന്നു കുട്ടനാടൻ ലൈഫ് എന്ന് അവർ പറയുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുള്ളൂ. അമ്മയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ വെള്ളമൊക്കെ കയറുന്ന സമയത്ത്. കുട്ടികൾക്കൊക്കെ അസുഖങ്ങൾ വരാനാണെങ്കിലും പെട്ടെന്ന് ഓടി വരും. പിള്ളേർക്കൊക്കെ ഒരു ഇമ്മ്യൂണിറ്റി ഇല്ലാത്ത രീതിക്കാണ് ഉണ്ടാവാം. മഴ പെയ്തിട്ടുണ്ടെങ്കിലൊക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് ഇവര്. മേ ബി അതൊക്കെ ആയതുകൊണ്ട് ഇവർക്ക് ഈ ഒരു ഹൗസ് ബോട്ടോ അല്ലെങ്കിൽ ഈ ഒരു വെള്ളത്തിലുള്ള ട്രാവൽ എക്സ്പീരിയൻസ് വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. ആ റെഡ് ഡ്രസ് ഇട്ട് നിൽക്കുന്നില്ലേ, നെല്ല് ചുമക്കുന്ന ചേട്ടന്മാരാണ്. നമ്മൾ കുറച്ചുകൂടി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിൽ കയറോ നെല്ലോ എന്തോന്നോ അവിടെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കിട്ടുകയാണെ കാണാം. അവര് നെല്ലൊക്കെ ചുമക്കുന്ന അതിന്റെ തൊഴിലാളികളാണ്. അവരുടെ യൂണിഫോമാണ് റെഡ് കളർ. അപ്പൊ നമുക്കിപ്പോ കായലിൽ കുറെ റെഡ് കളേഴ്സ് കാണാൻ വേണ്ടി പറ്റും. മുന്നോട്ടേക്ക് നോക്കിക്കേ, അവിടെയൊക്കെ കാണും. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം വ്യക്തമാണെന്ന് എനിക്ക് അറിയില്ല. അവിടെയൊക്കെ കാണുന്നത് റെഡ് കളറൊക്കെ അവരൊക്കെയാണ്. അവർ നെല്ലാണ് കൊണ്ടുപോകുന്നത്. നെല്ലാണോ അല്ലെങ്കിൽ കയറായിരിക്കും. കാരണം ആലപ്പുഴ കയറിന്റെ എല്ലാത്തിനും ഫേമസ് ആണ് നെല്ലാണ്. ഇപ്പോഴും ചെറുതും വലുതുമായ ട്രാൻസ്പോർട്ടേഷന് ഈ ഒരു കായൽ മാർഗം പോകുന്ന ആൾക്കാരുണ്ട്. വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിച്ചു പോകുന്നവരുണ്ട്, അതുപോലെ തന്നെ പണിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ പുല്ലൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. പോട്ടെ, വലുത് പോണ സമയത്ത് നമുക്ക് നെല്ലൊക്കെ ചാക്കിലാക്കിയിട്ട് അതിൻ്റെതായ ഫാക്ടറികളിലേക്ക് പോകുന്നതും ഈ ഒരു കായൽ മാർഗം തന്നെയാണ്. കൊയ്ത്ത് കഴിയുമ്പോഴേ അതിനകത്തുനിന്ന് ഇങ്ങനെ കറ്റ വീഴും, ഇവര് കെട്ടിയെടുക്കും. അപ്പൊ ഞങ്ങൾ എന്താന്ന് വെച്ചാല് ഇവര് പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ, അമ്മ, അച്ഛൻ എല്ലാരും കൂടെ വെളിയിലിട്ട് പാടത്തിറങ്ങും ഇത് പെറുക്കാനായിട്ട്. അച്ഛനാണ് ശ്രമിക്കാറുള്ളൂ, അച്ഛൻ ആഴ്ചയിൽ നേരത്തെ ഉള്ളു. അപ്പൊ ഞാനും അമ്മയും ഇവനും കൂടെ ഇറങ്ങും.
ഇറങ്ങിയിട്ട് ഇതൊക്കെ പെറുക്കും. ആരെ കൂടുതൽ പെറുക്കുന്ന എന്നുള്ളൊരു വാശിയാണ്. അച്ഛൻ വരുമ്പോ കാണിക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ ഞാൻ പെരുക്കില്ല വെച്ച് കഴിഞ്ഞിട്ട് അച്ഛൻ വന്നു കഴിയുമ്പോ ചെറിയ കെട്ടായിട്ട് തരും. അച്ഛനും എനിക്കും ഞങ്ങളും. അങ്ങനെയാ. നല്ല രസമായിരുന്നു അതൊക്കെ അല്ലെ. പിന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത്, കുട്ടികളായിട്ട് വരുന്ന ആളുകൾ സൂക്ഷിക്കണം. സൂക്ഷിക്കണം എന്നത് ഹൗസ് ബോട്ട് സൂക്ഷിക്കണം എന്നല്ല, കുട്ടികളെ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം. കാരണം അവരുടെ ഹൈറ്റ്, അവരുടെ എങ്ങനെയാണ് അവർ കളിക്കുക, അവരുടെ ഒരു ആക്ടിവിറ്റി എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ നമ്മൾ അതിനുള്ളൊരു പ്രൊട്ടക്ഷൻ നമ്മൾ കാണണം. ഇപ്പം ഇതിൽ പോണ സമയത്താണെങ്കിലും അവരിൽ നമ്മളൊരു കൂടുതൽ ടേക്ക് കെയർ ചെയ്യണം. അച്ഛനും അമ്മയും അവിടെ ഇരുന്നിട്ട് മെയിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് രണ്ട് പിള്ളേരും എന്താ ചെയ്യുന്നത്, സേഫ് ആണോ, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് പേടിയാണ്. കാരണം കായലാണ് അപ്പുറത്തുള്ളത്, വീണു പോവോ അങ്ങനത്തെ ഒക്കെ കുറച്ച് പേടികളുണ്ട്. പിന്നെ നമ്മൾ പോണ സമയത്ത് തന്നെ നമുക്ക് ബ്രേക്കിനായിട്ട് വണ്ടി ഒരു സ്ഥലത്ത് നിർത്തും. ആ സമയത്താണ് നമുക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. സമയം ഇപ്പോൾ 1:30 ഇപ്പൊ നമുക്ക് ലഞ്ച് ബ്രേക്കിനുള്ള സമയമാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ബോട്ട് നിർത്തിയിട്ടിട്ട് കുറച്ച് നേരം നമ്മളിങ്ങനെ വയലും ഒക്കെ കാണാം. അപ്പോഴത്തേക്ക് ഒരു ഫുഡ് സെറ്റ് ആക്കുന്നതാണ്. നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങൾ ആലപ്പുഴക്കാരാണ് അല്ലെങ്കിൽ കുട്ടനാടാണ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനും പിള്ളേരൊക്കെ ഇത് അധികം ഒന്നും കണ്ടിട്ടില്ല, ഇടയ്ക്കൊക്കെ കാണാൻ പറ്റുള്ളൂ. വയലിന് മുകളിൽ കൂടെ കാണാം. ഇവിടെ ചളിയൊക്കെ ഉണ്ട് കേട്ടോ, നല്ല രീതിക്ക് ചളിയുണ്ട്. ഇത് ആലപ്പുഴയുടെ മകളും കൊച്ചുമക്കളും കൊച്ചുമക്കളുമാണ്. ഇപ്പൊ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് മരുമകളാണ്. അതെ, അത് തന്നെയാണ് കേട്ടോ. അത് ഞാനാണ്. ആലപ്പുഴയുടെ മകൻ. അതെന്താണത്? അതെ അതെ, ഇങ്ങനെ കിടക്കണുണ്ടോ ഇതുപോലെ കിടക്കണത്? അവിടെ ചെളിയുണ്ടോ? കൃഷി ഓഫീസർ പഠിപ്പിക്കുന്നു. അതെ, കൃഷി ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചു. അറിയോ, നമ്മള് ഉച്ചക്ക് ചോറ് കഴിക്കാറില്ലേ, ചോറാ വരുന്നത്. അരി അത് വിളഞ്ഞിട്ടില്ല, വിളയാത്തതാണ്. അവരുടെ കയ്യിലുണ്ട് വിളഞ്ഞത്. ഇതിന്നല്ലേ വരുന്നേ? അത് വിളയണം. ഇത് വിളഞ്ഞ് അവളുടെ കയ്യിലുള്ള ഫോർമാറ്റിലേക്ക് ആയതിനു ശേഷം അത് തൊലി കളഞ്ഞു താഴെ കിടക്കണുണ്ടോ? പൊട്ടിച്ചു വെക്കണം. അതുപോലെ ആവണം. പാടത്തുള്ളൊക്കെ ഒരു വെട്ടിക്കളഞ്ഞതിന് ശേഷം ബാക്കിയുള്ള അവശിഷ്ടാട്ടത് അവര് നിനക്കാ. നീ ഉണ്ട് ഇവിടെ പച്ച വേണം, നീ വേണോ? പിള്ളേരൊക്കെ ആയിട്ട് വരുന്ന സമയത്ത് ബെഡ്റൂമിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് കായൽ വ്യൂ കണ്ട് ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് കിടക്കാം. അവര് സേഫാണ്, അവിടെ ചില്ലിട്ടതുകൊണ്ട് തന്നെ അവർക്ക് കാഴ്ച കാണും ചെയ്യാം, നമുക്കൊന്ന് റെസ്റ്റ് എടുക്കുകയും ചെയ്യാം. അവരവരുടേതായ ലോകത്ത് ഇങ്ങനെ നിന്നോളും. അത് ചിക്കൻ കറി ഉണ്ട്, കരിമീൻ ഫ്രൈ ഉണ്ട്, ഷിലോപ്പി ഫ്രൈ, പപ്പടം ഉണ്ട്, പുളിശ്ശേരി ഉണ്ട്, സാമ്പാറുണ്ട്, പനീർ കറി ഉണ്ട്, സാലഡ് ഉണ്ട്, കോളിഫ്ലവർ ബിഗ് ഫിഷ് എടുക്കുന്നതാണ് ഇവിടെ വെക്കാല്ലേ. ഫിഷാണ്, അതവിടെ വെച്ചാൽ ക്ലീൻ ചെയ്യാനുണ്ട്. ബിഗ് ഫിഷ് പൊറോട്ടയുടെ കൂടെ കഴിക്കാൻ നല്ല ചിക്കൻ കറി. സൂപ്പർ സൂപ്പർ.
നല്ല വിശന്നിരിക്കുന്ന സമയത്ത് കഴിക്കാൻ പറ്റും. നല്ല സ്പൈസ് ഫിഷ് ആണോ? പിലോപ്പിയാണോ കരിമീനാണോ? പക്ഷെ എനിക്ക് ഇതിന്റെ ഡിഫറൻസ് കഴിച്ചാലും എനിക്ക് മനസ്സിലായില്ല. പിലോപ്പിയാന്നാണ് എല്ലാവരും അത് പറയാൻ വേണ്ടിയിട്ടാണ് അവള് കുറെ നേരമായിട്ട് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് ഫിഷ് അതെ, അവള് ഫിഷ് കഴിക്കാത്ത അവളതാ ഫിഷ് കഴിച്ചോണ്ട്. എങ്ങനുണ്ട്? എങ്ങനുണ്ട്? ചിക്കൻ കറി എങ്ങനെയുണ്ട്? എല്ലാരും കഴിച്ചേ. ലാസ്റ്റ് ഞാനും ആമീനും കൂടി. എനിക്ക് ആമിയുണ്ട്. ഞാനിനി അറ്റാക്ക് ചെയ്യട്ടെ. ഇപ്പം ഹൗസ് ബോട്ട് എടുക്കാൻ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നിങ്ങൾക്ക് കുട്ടനാട് കംപ്ലീറ്റ് കാണണമെങ്കിൽ ഗവൺമെന്റ് ബോട്ട് സർവീസ് അവൈലബിൾ ആണ്. സീ കുട്ടനാട് എന്നാണ് കേട്ടോ അതിന്റെ ഒരു പേര് വരുന്നത്. സീ കുട്ടനാട് പെർ ഹെഡ് 400 അല്ലെങ്കിൽ 500 മാക്സിമം ആവത്തുള്ളൂ. അത് നമുക്ക് രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതേപോലെ കുട്ടനാട് കംപ്ലീറ്റ് കറക്കും. ഫുഡെല്ലാം അതിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. അപ്പം അങ്ങനെയും നമുക്ക് ഓപ്ഷൻസ്, നിങ്ങൾക്ക് കുട്ടനാട് കാണാനുള്ള ഓപ്ഷൻസ് അങ്ങനെയും അവൈലബിൾ ആണ്. അത് നമുക്കും എൻജോയ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ബോട്ടിലെ ആളുകളും നമ്മളോട് ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. ഒരു നേരെ ഓടിക്കാനുള്ള സാഹചര്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആർക്ക് വേണമെങ്കിലും ബോട്ട് ഓടിക്കാം. അത് അവരെ സൈഡിൽ നിൽക്കും, ഫോർ സേഫ്റ്റി അവർ സൈഡിൽ നിൽക്കും. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് കറക്കാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങോട്ടാണ് കറക്കേണ്ടതെന്നൊക്കെയുള്ള ഇൻസ്ട്രക്ഷൻ അവർ തരും. അതൊക്കെ പിള്ളേരെ കൂടുതൽ എന്റർടൈൻ ചെയ്യാനും അല്ലെങ്കിൽ എൻജോയ് ചെയ്യിക്കാനും ഒക്കെ പറ്റും. നമുക്ക് അതുപോലെ തന്നെ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനും എല്ലാത്തിനും അവർ സഹായിക്കും കേട്ടോ. ബോട്ടിലെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരിക്കും. കാരണം അവരിത് എന്നും എക്സ്പ്ലോർ ചെയ്യുന്നതാണ്. നമുക്കാണ് ഇത് വൺ ടൈം എക്സ്പീരിയൻസ് എന്ന് അവർക്ക് നല്ല ബോധ്യം ഉണ്ടാകും. പിന്നെ നമ്മളെ അടുത്തൂടെ പോണ സമയത്ത് തന്നെ ഒരുപാട് വീടുകളെല്ലാം കാണാം. അവർക്കൊക്കെ ഈ കായൽ എന്ന് പറയുന്നത് വലിയൊരു സംഭവമായിരിക്കില്ല. അവര് ഫിഷിങ് ചെയ്യും, അല്ലെങ്കിൽ അവർ തുണി അലക്കും, ചിലപ്പോൾ അവർ കുളിക്കുന്നതും എല്ലാം ചിലപ്പോൾ ഈ ഒരു കായൽ തീരത്തായിരിക്കും. നമുക്കാണ് ഈ കായൽ എന്ന് പറയുന്നതും ഹൗസ് ബോട്ട് എന്ന് പറയുന്നതും അല്ലെങ്കിൽ മീൻ പിടിക്കാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഒരു സംഭവമായിട്ടുണ്ടാകാം. പിന്നെ ഈ പാക്കേജിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് ടീയും അവൈലബിൾ ആണ്. നമുക്ക് ടീയും അതുപോലെ തന്നെ പഴംപൊരി ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല തന്നെയാണ്. ഫുഡെല്ലാം ഇവര് സ്പോട്ടിൽ തന്നെ മേക്ക് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ ഗ്യാസിന്റെ ക്ഷാമം കുറച്ച് എഫക്ട് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ഹൗസ് ബോട്ടിലെ ആളുകളാണെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരത് അറിയിക്കത്തില്ല. അവർക്കറിയാം, നമ്മൾ അറിയിക്കത്തില്ല. പിന്നെ നമ്മൾ പോണ സ്ഥലത്ത് ഒരുപാട് റിസോർട്ടുകൾ കാണാൻ വേണ്ടി പറ്റും. ഒരുപാട് റിസോർട്ടുകൾ. ഇപ്പം ഹൗസ് ബോട്ടിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിലും സൈഡിൽ ഒരുപാട് റിസോർട്ടുകൾ അവൈലബിൾ ആണ്. പിന്നെ കയാക്കിംഗ് അവൈലബിൾ ആണ്. ഞങ്ങൾ കയാക്കിങ്ങിലൊന്നും പോയില്ല, കാരണം ഞാൻ പറഞ്ഞില്ല നമ്മുടെ കൂടെ പിള്ളേരുള്ളത് കൊണ്ട് തന്നെ അങ്ങനത്തെ സ്പീഡ് ബോട്ടോ കയാക്കിംഗ് ഓപ്ഷൻസ് ഒന്നും ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം അവരെ ഒറ്റയ്ക്കാക്കി പോകുന്നത് അവർക്ക് സങ്കടമാണ്. അവരെ കൂട്ടി പോകുന്നത് നമുക്ക് ഭയങ്കര ഹൈലി റിസ്ക് ആൻഡ് ഡേഞ്ചറസ് ആണ്. സോ അതുകൊണ്ട് തന്നെ അവരെ അത് അറിയിച്ചില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയാക്കിംഗ് ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾ ഈ ഹൗസ് ബോട്ടിലെ ടീമുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്പീഡ് ബോട്ടും കയാക്കിംഗ് എല്ലാം ഇവർ തന്നെ അറേഞ്ച് ചെയ്തിരിക്കും. നോ പ്രോബ്ലം. വീട്ടിൽ പോണ്ടേ? ലക്കീനെ കാണണ്ടേ? അങ്ങനെ ഏത് കോലത്ത് പോയ ഞാൻ ഈ കോലത്തിന്റെ വീട്ടിലെത്തിയത് ഭയങ്കര ടയേർഡായി. 11 മണി മുതൽ 5:30 വരെയായിരുന്നു ട്രിപ്പ് ഉണ്ടായിരുന്നത്. സോ വീട്ടിലെത്തി. ഇനി ലക്കി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാണ്. ഇന്നത്തെ ഒരു ഹൗസ് ബോട്ടിന്റെ എനിക്ക് ഫീലായ കുറച്ച് കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾ ആരെങ്കിലും ആലപ്പുഴ വരാണ് ഹൗസ് ബോട്ടൊക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ കുട്ടികളാണെങ്കിൽ അവർക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് കരുതണ്ട. അവർക്ക് കണ്ട കാഴ്ചകളെല്ലാം കാണുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് ബോറടിക്കും. പക്ഷേ വലിയ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ കാമാണ്, പീസ്ഫുള്ളാണ്. അങ്ങനത്തെ ഒരു സമയം, ഇത്രയും സമയം നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെ ആ ഒരു മൈൻഡിൽ പോകും. പക്ഷെ കുട്ടികളാണ് സമയത്ത് അവർക്ക് ആക്ടിവിറ്റീസ് വേണം. അതൊക്കെ വരുന്ന സമയത്ത് ഹൗസ് ബോട്ട് ഒരു ബെറ്റർ ഓപ്ഷൻ ആയിരിക്കില്ല. അത്ര മാത്രമേ ഉള്ളൂ. സോ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.